നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം സ്വദേശികളായ 2 പേർ കൂടി രോഗബാധിതരായി മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് 52-കാരിയും കൊല്ലത്ത് 91-കാരനുമാണ് മരിച്ചത്. ഈ മാസം 11-ാം തീയതി സംഭവിച്ച മരണങ്ങളാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതാണെന്ന് കണ്ടെത്തിയത്. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഈ വർഷം മരിച്ചവരുടെ എണ്ണം 19ആയി. നേരത്തെ കേരളത്തിന്റെ വടക്കൻ ജില്ലകളായ കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ തെക്കൻ ജില്ലകളിലേക്ക് കൂടി രോഗവ്യാപനം ഉണ്ടായതോടെ വലിയ ഭീതിയാണ് ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നത്. ഈ വർഷം ഇതുവരെ 62 പേർക്ക് രോഗം ബാധിച്ചുവെന്ന് നേരത്തെ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യ തദ്ദേശ വകുപ്പുകൾ. വിവിധയിടങ്ങളിലെ നീന്തൽക്കുളങ്ങളും കിണറുകളും പൊതുകുളങ്ങളും തോടുകളും അടക്കം വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങി. പൊതുജനാരോഗ്യ നിയമപ്രകാരം ആരോഗ്യവകുപ്പ് ഡയറക്ടർ പുറത്തിറക്കിയ ഉത്തരവ് ലംഘിച്ചാൽ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. പൊതു സ്വകാര്യ മേഖലയിലുള്ള എല്ലാ നീന്തൽക്കുളങ്ങൾക്കും ഉത്തരവ് ബാധകമാണ്.